അടുത്ത സെക്ഷൻ പറയുന്നത് കൺസ്ട്രക്ഷൻ ഓഫ് ഹാർഡ് ഡിസ്ക് ആണ്. നമുക്ക് പഠിക്കാനുള്ളത് കൺസ്ട്രക്ഷൻ ഓഫ് ഹാർഡ് ഡിസ്ക് ആണ്. ഹാർഡ് ഡിസ്ക് ഇസ് ദ സെക്കൻഡറി സ്റ്റോറേജ് ഓഫ് എ കമ്പ്യൂട്ടർ സിസ്റ്റം. പ്രൈമറി സ്റ്റോറേജ് ഏതാണ്? റാം ഒക്കെയാണ് പ്രൈമറി സ്റ്റോറേജ് എന്ന് പറയുന്നത്. സെക്കൻഡറി സ്റ്റോറേജ് സെക്ഷനിൽ വരുന്നതാണ് ഹാർഡ് ഡിസ്ക്, പെൻ ഡ്രൈവ്, അതുപോലെ CD ഡ്രൈവ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏതാണ്? സെക്കൻഡറി സ്റ്റോറേജ് ഏരിയ ആണ്. അപ്പൊ നമുക്ക് ഹാർഡ് ഡിസ്ക് എന്ത് പറയാം? സെക്കൻഡറി സ്റ്റോറേജ് ഓഫ് എ കമ്പ്യൂട്ടർ സിസ്റ്റം. ദ ഹാർഡ് ഡ്രൈവ് ഇസ് ദ കമ്പോണന്റ് വിച്ച് ഇസ് യൂസ്ഡ് പെർമനന്റ്ലി സ്റ്റോർ ഡാറ്റ. അതായത് റാമിലൊക്കെ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റ പവർ ഫെയിലിയർ ആവുന്ന സമയത്ത് അത് നഷ്ടപ്പെട്ടു പോകും. അത് നമ്മൾ വോളറ്റൈൽ എന്ന് പറയും. നോൺ വോളറ്റൈൽ ആയിട്ടുള്ള പെർമനന്റ് സ്റ്റോറേജ് ഏരിയ ആണ് ഏത്? ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത്. ഹാർഡ് ഡിസ്ക് ഇസ് ദ കമ്പോണന്റ് വിച്ച് ഇസ് യൂസ്ഡ് ടു പെർമനന്റ്ലി സ്റ്റോർ ഡാറ്റ. ദ ഹാർഡ് ഡ്രൈവ് ഈസ് കണക്റ്റഡ് ടു ദ മദർ ബോർഡ് യൂസിങ് ഹാർഡ് ഡ്രൈവ് കൺട്രോളർ. അതായത് ഒരു കൺട്രോളർ ഉപയോഗിച്ചിട്ടാണ് ശരിക്കും നമുക്ക് ഹാർഡ് ഡിസ്ക് മദർ ബോർഡിലേക്ക് കൺട്രോൾ ചെയ്യുന്നത്. എന്തിനാണ് ഈ കൺട്രോളർ ഉപയോഗിക്കുന്നത്? ഈ കൺട്രോളറാണ് ശരിക്കും ഈ നമ്മുടെ കമ്പ്യൂട്ടറിനകത്തുള്ള മൈക്രോ പ്രോസസറും അതുപോലെ ഡ്രൈവിന്റെ അകത്തുള്ള ഡാറ്റയും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഇന്റർഫേസ് ആയിട്ട് നിൽക്കുന്നത്. ആരാണ്? കൺട്രോളർ, ഹാർഡ് ഡിസ്ക് കൺട്രോളർ അല്ലെങ്കിൽ ഹാർഡ് ഡ്രൈവ് കൺട്രോളർ. ദ ഹാർഡ് ഡ്രൈവ് ഈസ് കണക്റ്റഡ് ടു ദ മദർ ബോർഡ് യൂസിങ് എ ഹാർഡ് ഡ്രൈവ് കൺട്രോളർ വിച്ച് ആക്ട് ആസ് ആൻ ഇന്റർഫേസ് ബിറ്റ്വീൻ ദ processor and hard drive. Okay, the hard drive controller manages the drive linked to it. അതാണ് ചെയ്യുന്നത്. അതായത് ഈ കൺട്രോളർ ആണ് ശരിക്കും ആ കൺട്രോളറുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഡ്രൈവ് ഏതാണോ ആ ഡ്രൈവിന്റെ ഡീറ്റെയിൽസ് എല്ലാം അല്ലെങ്കിൽ അതിനെല്ലാം കൺട്രോൾ ചെയ്യുന്ന ആരാണ്? ഈ ഹാർഡ് ഡ്രൈവ് കൺട്രോളർ ആണ്. ഓക്കെ, ഇന്റർപ്രറ്റ്സ് കമാൻഡ്സ് സെൻഡ് ബൈ ദ പ്രോസസർ ആൻഡ് റൂട്ട്സ് ടു ദ ഡ്രൈവ്. അതായത് പ്രൊസസറിന് വരുന്ന ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് ഡ്രൈവിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ആരുടെ ധർമ്മം എന്ന് പറയുന്നത്? ഹാർഡ് ഡിസ്ക് കൺട്രോളറിന്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഹാർഡ് ഡ്രൈവ്സ് ആർ ജനറലി ഗ്രൂപ്പ്ഡ് ബൈ ഇന്റർഫേസ് ആസ് ഫോളോ. അതായത് ഈ ഹാർഡ് ഡിസ്ക് പിന്നെ മദർ ബോർഡിലേക്ക് കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇന്റർഫേസിംഗ് സിസ്റ്റം അനുസരിച്ചാണ് ഇതിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. എങ്ങനെയൊക്കെയാണ്? അതായത് IDE, SCSI അല്ലെങ്കിൽ SCI, SCSI, SCSI എന്ന് പറയും സാധാരണഗതിയിൽ, SCSI, അതുപോലെ സീരിയൽ ATA അല്ലെങ്കിൽ സാറ്റ. പൊതുവെ നമുക്ക് എന്ത് പറയാം? പാരലൽ ATA, SCSI, അതുപോലെ സാറ്റ, പാറ്റ, SCSI, സാറ്റ, അങ്ങനെ 3 രീതിയിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പം പാരലൽ ATA എന്ന് പറഞ്ഞാൽ പാരലൽ അഡ്വാൻസ്ഡ് ടെക്നോളജി അറ്റാച്ച്മെന്റ്. അതാണ് പാറ്റ എന്ന് പറയുന്നത്. പാരലൽ അഡ്വാൻസ്ഡ് ടെക്നോളജി അറ്റാച്ച്മെന്റ്, അതാണ് പാറ്റ എന്ന് പറയുന്നത്. അതുപോലെ SCSI എന്ന് പറയുന്നത് സ്മോൾ കമ്പ്യൂട്ടർ സിസ്റ്റം ഇന്റർഫേസ് ആണ്. ഈ SCSI എന്ന് പറയുന്നത് SCSI എന്ന് പറയും. ഓക്കെ, മൂന്നാമത്തേതാണ് സീരിയൽ ATA, അതായത് സാറ്റ എന്ന് പറയും. സീരിയൽ അഡ്വാൻസ്ഡ് ടെക്നോളജി അറ്റാച്ച്മെന്റ് ആണ് എന്ത് പറയുന്നത്? സാറ്റ എന്ന് പറയുന്നത്. ഓക്കെ, സാറ്റ കേബിൾ ആണ് നമ്മൾ അല്ലെങ്കിൽ സാറ്റ സിസ്റ്റം ആണ് നമ്മളിപ്പം ഇന്ന് നമ്മുടെ എല്ലാ കമ്പ്യൂട്ടറുകളും ഫോളോ ചെയ്യുന്ന ടെക്നോളജി എന്ന് പറയുന്നത്. ഏതാണ്? സാറ്റയാണ്. മുമ്പ് കാലങ്ങളിൽ ഉപയോഗിച്ചതാണ് IDE എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ SCSI എന്നൊക്കെ പറയുന്നത്. മുമ്പ് കാലങ്ങളിൽ ഫോളോ ചെയ്തിരുന്ന ടെക്നോളജിയാണ് പാറ്റ, അതുപോലെ SCSI എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഫോളോ ചെയ്തതാണ് സാറ്റ ആണ്. സാറ്റ, സീരിയൽ അഡ്വാൻസ്ഡ് ടെക്നോളജി അറ്റാച്ച്മെന്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഹാർഡ് ഡിസ്കിന്റെ ഡിഫറെന്റ് സെക്ഷൻസ്. ഏതാണ്? നമുക്ക് നോക്കാം. കമ്പ്യൂട്ടർ ഹാർഡ്വെയറിന്റെ സ്പിൻഡിൽ മോട്ടറാണ് ഈ സ്പിൻഡിലാണത്. ഇതുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന മോട്ടറാണിത് സ്പിൻഡിൽ മോട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് സ്പിൻഡിലാണ്. ഈ സ്പിൻഡിലേക്കാണ് നമ്മുടെ ഡിഫറെന്റ് പ്ലേറ്ററുകൾ. ഇതാണ് ശരിക്കും പ്ലേറ്റർ എന്ന് പറയുന്നത്. ഈ പറയുന്ന ഈ സ്റ്റീൽ കളറിൽ കാണുന്നത് അല്ലെങ്കിൽ വൈറ്റ് കളറിൽ കാണുന്നതാണ് പ്ലേറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്ലേറ്റർ എന്ന് പറയുന്നത്. ഈ പ്ലേറ്റർ ഒന്നിൽ കൂടുതൽ പ്ലേറ്ററുകൾ ഉണ്ടായിരിക്കും. 1 മുതൽ 10 വരെ പ്ലേറ്ററുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള പ്ലേറ്ററുകൾ ഘടിപ്പിച്ചിരിക്കുന്നത് സ്പിൻഡിലാണ്. സ്പിൻഡിൽ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ സ്പിൻഡിൽ കൊണ്ട് കണക്ട് ചെയ്യുന്ന എവിടെയാണ്? ഒരു മോട്ടറിന്റെ മുകളിലാണ്. അപ്പൊ നമ്മൾ ആ മോട്ടറിനെ സ്പിൻഡിൽ മോട്ടർ എന്ന് വിളിക്കും. ഓക്കെ, സ്പിൻഡിൽ മോട്ടർ. ഇതാണ് സ്പിൻഡിൽ. ഈ സ്പിൻഡിലാണ് ഈ ഹാർഡ് ഡിസ്കുകൾ അല്ലെങ്കിൽ ഡിസ്ക് പ്ലേറ്ററുകൾ ഘടിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് ഡിസ്ക് അല്ലെങ്കിൽ പ്ലേറ്റർ. ഈ ഡിസ്കിനാണ് ഈ പ്ലേറ്റർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ സേവ്ഡ് ഫയൽ, അതായത് ഫയൽ സൂക്ഷിച്ച് സേവ് ചെയ്യുന്നതിന്റെ ഒരു സ്ട്രക്ചർ കാണിച്ചിരിക്കുകയാണ്. അതുപോലെ ആക്ച്വേറ്റർ ഇവിടെയാണ് ഒരു മാഗ്നറ്റിക് സ്ട്രക്ചർ ആണ് ഇതിന്റെ അകത്ത് ഉണ്ടാവുക. ഈ മാഗ്നറ്റിക് ഫീൽഡ് കാരണമാണ് ഇതാണ് നമ്മുടെ
ഇവിടെയാണ് ഹെഡ് ഉള്ളത്. റീഡ് റൈറ്റ് ഹെഡ് എന്ന് പറയുന്നത് ഈ അഗ്രഭാഗത്താണ്. ഈ ടിപ്പിലാണ് എന്തുള്ളത്, ഈ റീഡ് റൈറ്റ് ഹെഡ് ഇരിക്കുന്നത്. അതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു എന്താ പറയാ സ്ട്രക്ചർ, ആമാണിത്, ഒരു സ്ട്രക്ചറാണ് ഈ ഇരിക്കുന്നത്. ഇതൊരു സെയിൽ ബോട്ടിന്റെ സ്ട്രക്ചർ ആണെന്ന് പറയുന്നത്. അപ്പം ഈ ഒരു സ്ട്രക്ചറിലാണ് എന്തിരിക്കുന്നത്, ആമിലാണ് എന്തിരിക്കുന്നത്, റീഡ് റൈറ്റ് ഹെഡ് ഇരിക്കുന്നത്. ഈ എൻഡിൽ ചെറിയൊരു പോർഷനാണ് റീഡ് റൈറ്റ് ഹെഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ സർക്യൂട്ട് ബോർഡ്, അതായത് ഇതിന്റെ കൺട്രോൾ ബോർഡ് എന്ന് പറയുന്നത്. സർക്യൂട്ട് ബോർഡ് ഇതിന്റെ കാര്യങ്ങൾ പിന്നെ എന്താ പറയാ, ഇതിന്റെ കൺട്രോൾ ചെയ്യാനുള്ള, മോട്ടറിനെ കൺട്രോൾ ചെയ്യാനും അതുപോലുള്ള സർക്യൂട്ടും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് ഈ സർക്യൂട്ട് ബോർഡിന്റെ അകത്താണ്. പിന്നെ പവർ പോർട്ട്, അതായത് സാറ്റ പോർട്ട് എന്ന് പറയും. ഇത് ഈ പുതിയ മോഡൽ ഹാർഡ് ഡിസ്ക് ആണ്. അപ്പൊ അതിന്റെ സാറ്റ പവർ കണക്ടർ ആണ് ഈ കാണുന്നത്. ഓക്കെ, അതുപോലെ ഡാറ്റ കേബിൾ കണക്ട് ചെയ്യാനുള്ള പോർഷനാണ് ഈ ഇരിക്കുന്നത്. ഡാറ്റ കേബിൾ കണക്ട് ചെയ്യാൻ, അതായത് ഡാറ്റ എന്ന് പറഞ്ഞാൽ സാറ്റ കേബിൾ. സാറ്റ എന്ന് പറയുന്നത് സീരിയൽ അഡ്വാൻസ്ഡ് ടെക്നോളജി അറ്റാച്ച്മെന്റ് എന്ന് പറയുന്ന കേബിള്, ഡാറ്റ കേബിൾ കണക്ട് ചെയ്യാനുള്ള കണക്ടറാണ് ഈ കാണുന്നത്. അതുപോലെ ഡ്രൈവ് കോൺഫിഗറേഷൻ പോർട്ട്, ഇത് നമുക്ക് വല്ലാതെ ആവശ്യം വരാറില്ല. ഈ രണ്ട് പോർട്ടാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്, പവർ പോർട്ടും ഡാറ്റ പോർട്ടും. ഇത്രയാണ് ഇതിന്റെ ഒരു അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു സ്ട്രക്ചറുകൾ എന്ന് പറയുന്നത്. ഓക്കെ, സ്പിൻഡിൽ മോട്ടർ അല്ലെങ്കിൽ സ്പിൻഡിൽ, ഡിസ്ക്, ഫയൽ ഡാറ്റ, സ്റ്റോർഡ് ഡാറ്റ, ആം, റീഡ് റൈറ്റ് ഹെഡ്, അതുപോലെ ആക്ച്വേറ്റർ. സ്പിൻഡിൽ, ഡിസ്ക്, സേവ്ഡ് ഫയൽ, ആക്ച്വേറ്റർ, റീഡ് റൈറ്റ് ഹെഡ്, ആം, സർക്യൂട്ട് ബോർഡ്, ഡ്രൈവ് കോൺഫിഗറേഷൻ പോർട്ട്, ഡാറ്റ കേബിൾ പോർട്ട്, പവർ പോർട്ട്. ഓക്കെ, നെക്സ്റ്റ്, ദ മെയിൻ കമ്പോണൻസ് ഓഫ് ഹാർഡ് ഡിസ്ക് ഡ്രൈവ്സ് ആർ, ഏതൊക്കെയാണ്? ഡിസ്ക് പ്ലേറ്റർ, റീഡ് റൈറ്റ് ഹെഡ്, ഹെഡ് ആം ഓർ ഹെഡ് സ്ലൈഡർ, ഹെഡ് ആക്ച്വേറ്റർ മെക്കാനിസം, സ്പിൻഡിൽ മോട്ടർ, ലോജിക് ബോർഡ്, എയർ ഫിൽട്ടർ, ബെസൽ, കേബിൾ ആൻഡ് കണക്ടേഴ്സ്. ഓക്കെ, ഡിസ്ക് പ്ലേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ആ ഡിസ്ക് പ്ലേറ്ററിന്റെ മുകളിലാണ് ശരിക്കും ഡാറ്റ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ഏത് രീതിയിലാണ് സ്റ്റോർ ചെയ്യുന്നത്? മാഗ്നറ്റിക്കലി ആണ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. ഇൻഫർമേഷൻ ഈസ് മാഗ്നറ്റിക്കലി റെക്കോർഡഡ്. HDD contains number of platter or circular shaped disk on which the information is magnetically recorded. Platter size is called form factor of a hard disk. അതായത് ഈ പ്ലൈറ്റർ സൈസ് ആണ് ശരിക്കും നമ്മൾ ഫോം ഫാക്ടർ ആയിട്ട് പറയുന്നത്. നമ്മൾ സാധാരണ പറയും 5.23 ഇഞ്ചുള്ള ഹാർഡ് ഡിസ്ക് അല്ലെങ്കിൽ 3.5 ഇഞ്ച് ഹാർഡ് ഡിസ്ക്. ഈ 3.5 ഇഞ്ച് ഹാർഡ് ഡിസ്ക് കഴിയുമ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിലൊക്കെ ഉപയോഗിക്കുന്നത്. അതുപോലെ 2.5 ഇഞ്ച് ആണ് നമ്മൾ എവിടെ ഉപയോഗിക്കുന്നത്? ലാപ്ടോപ്പുകളിലൊക്കെ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ഈ ഫോം ഫാക്ടർ പറയുന്നത് 3.5 ഇഞ്ച് 2.5 ഇഞ്ച് എന്ന് പറയുന്ന ഹാർഡ് ഡിസ്കിന്റെ സൈസ് പറയുന്നത് അല്ലെ, അതിന്റെ പിന്നെ ഡയമെൻഷൻ പറയുന്നത് എങ്ങനെയാണ്? ഇതിന്റെ ഈ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന പ്ലേറ്ററിന്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഓക്കെ, അതുപോലെ 1.8 ഇഞ്ച് ഉണ്ട്, 1.3 ഇഞ്ച് ഉണ്ട്. ഇതൊന്നും ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നില്ല. മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് 5.25, 3.5, 2.5 ഇഞ്ചിന്റെ സാധാരണഗതിയിലാണ്. നോർമൽ കേസ് നമ്മൾ കണ്ടുവരുന്ന രണ്ട് ഹാർഡ് ഡിസ്കുകൾ എന്ന് പറയുന്നത് 3.5ഉം 2.5ഉം ആണ്. അതാണ് കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്നത്, അതുപോലെ ലാപ്ടോപ്പുകളിലായിട്ട് ഉപയോഗിക്കുന്ന ഫോം ഫാക്ടർ എന്ന് പറയുന്നത്. ഈ ഒരു സൈസ് എന്റെ ഫിസിക്കൽ ഡയമെൻഷൻ ആണ് പറയുന്നത്. ഓക്കെ, display number of plates vary from 1 to 10. However, 2 or 3 are common. രണ്ടോ മൂന്നെണ്ണം ഉള്ള പ്ലേറ്റുകളുള്ള അല്ലെങ്കിൽ പ്ലേറ്ററുള്ള ഡിസ്കുകളാണ് സാധാരണ കണ്ടുവരുന്നത്. അതുപോലെ 1 to 10 വരെ ആവാം. അത്രയും വലിയ ഹാർഡ് ഡിസ്കുകളൊക്കെ നമ്മൾ സെർവർ സൈഡിലൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ഗ്ലാസ് ആൻഡ് ഗ്ലാസ് സെറാമിക് കോമ്പൗണ്ട്സ് ആർ യൂസ്ഡ് ആസ് എ പ്ലേറ്റർ. ഗ്ലാസ് പോലെ അതിന് ഗ്ലാസ് സെറാമിക് കോമ്പൗണ്ട് ആണ് ശരിക്കും പ്ലേറ്ററുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. മെറ്റീരിയൽസ് യൂസിങ് വിച്ച് പ്ലേറ്റർ ഈസ് മെയ്ഡ് ഈസ് കോൾഡ് സബ്സ്ട്രേറ്റ്. അത് പ്ലേറ്ററുകൾ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലിന് എന്ത് വിളിക്കുന്നത്? സബ്സ്ട്രേറ്റ് എന്ന് വിളിക്കുന്നത്. ആ സബ്സ്ട്രേറ്റിന്റെ മുകളിലാണ് ശരിക്കും നമ്മൾ ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ കോട്ട് ചെയ്യുക. ആ മാഗ്നറ്റിക് മെറ്റീരിയലിന് മേലെ വരുത്തുന്ന മാഗ്നറ്റൈസേഷൻ ആണ് ശരിക്കും ഡാറ്റ എന്ന് പറയുന്നത്. ഓക്കെ, കറന്റ്ലി ഓക്സൈഡ് കോട്ടിംഗ് ഇസ് റീപ്ലേസ്ഡ് വിത്ത് തിൻ ഫിലിം മാഗ്നറ്റ് കോട്ടിംഗ്. അത് മുമ്പ് കാലങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്നത് ഒരു ഓക്സൈഡ് കോട്ടിംഗ് ആയിരുന്നു. മെറ്റൽ ഓക്സൈഡോ എന്തെങ്കിലും അങ്ങനത്തെ സംഗതിക്കും ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ ഇപ്പോൾ അത് മാറ്റിയിട്ട് എന്താണ്, തിൻ ഫിലിം മാഗ്നറ്റിക് കോട്ടിംഗ് ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ,
ഈ ബെസൽ എന്ന് പറയുന്നത് ശരിക്കും അതിന്റെ ഹാർഡ് ഡിസ്കിന്റെ ഏറ്റവും മുകളിൽ നമ്മൾ കവർ ചെയ്ത് വെക്കുന്ന ഒരു പ്ലേറ്റ് ആണ്, ഒരു ഫേസ് പ്ലേറ്റ് ആണ്. എന്ത് ഫ്രണ്ടിൽ വെക്കുന്ന ഫേസ് പ്ലേറ്റ് ആണ് ബെസൽ എന്ന് പറയുന്നത്. ഹാർഡ് ഡിസ്ക് നമ്മൾ കാണുന്ന ഏറ്റവും മുകളിൽ കാണുന്ന സ്റ്റീൽ ടൈപ്പ് ഒരു കവറിംഗ് ആണ് ബെസൽ എന്ന് പറയുന്നത്. ഓക്കെ, read write head used to read or write any information on the disk surface and the read the or return the data. റീഡ് ദ റിട്ടേൺ ഡാറ്റ, അതായത് നമ്മൾ ആ ഹാർഡ് ഡിസ്കിന്റെ അകത്തേക്ക് റൈറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ റൈറ്റ് ദ ഡാറ്റ റീഡ് ചെയ്യാനോ ഉപയോഗിക്കുന്നതാണ് എന്ത് റീഡ് റൈറ്റ് ഹെഡ് എന്ന് പറയുന്നത്. ഓൺ വൺ റീഡ് റൈറ്റ് ഹെഡ് ഓൺ ഈച്ച് സൈഡ് ഓഫ് പ്ലേറ്റ്. അപ്പം 3 പ്ലേറ്റ് ഉണ്ടെങ്കിൽ അത് എത്ര ഹെഡ് ഉണ്ടായിരിക്കും? 6 ഹെഡ് ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഹാർഡ് 6 റീഡ് റൈറ്റ് ഹെഡ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഒരു പ്ലേറ്റ് അല്ലെങ്കിൽ ഒരു ഡിസ്കിന്റെ താഴെയും മുകളിലായിട്ട് 2 ഹെഡുകൾ ഉണ്ടായിരിക്കും. അതായത് കാണാം ഇവിടെ, ഇത് കണ്ടോ, ഈ ഹാർഡ് ഡിസ്കിന്റെ ഇവിടെ ഒരു ഹെഡ് ഉണ്ട്, ഇതിന് ഇവിടെ താഴെ കൂടെ ഒരു ആം പോയിട്ടുണ്ട്, അതിന് താഴെ ഒരു ആം പോയിട്ടുണ്ട്. ഇവിടെ ഈ ആമും ഇതാണ് 3 ആമുണ്ട്. ഈ 3 ആമിന്റെയും താഴെ മുകളിലായിട്ട് അപ്പൊ ഇതൊരു ഇവിടെ ഒരു ഹെഡ് ഉണ്ടായിരിക്കും. ഈ ഹെഡിന്റെ 2 സൈഡിലും എന്തുണ്ടായിരിക്കും? ഓരോ ഹെഡുകൾ ഉണ്ടായിരിക്കും. താഴെയും മുകളിലും ഹെഡുകൾ ഉണ്ടായിരിക്കും. അതുപോലെ താഴെയും മുകളിലും ഹെഡ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇങ്ങനെ ഓരോ ഹാർഡ് ഡിസ്കിന്റെ താഴെയും മുകളിലും വരുന്ന ആമിന്റെ ഭാഗങ്ങളിൽ ഹെഡുകൾ ഉണ്ടായിരിക്കും. അപ്പം ടോട്ടൽ 3 ഡിസ്ക് ആണ് ഉള്ളതെങ്കിൽ എത്ര ഹെഡ് ഉണ്ടായിരിക്കും? 6 ഹെഡുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, ഇഫ് 3 പ്ലേറ്റേഴ്സ് then total 6 read write head. Inside the hard disk, then disk is at rest, head is in direct contact with the disk surface. അതായത് ഈ ഹാർഡ് ഡിസ്കിന്റെ അകത്തുള്ള പ്ലേറ്റർ അല്ലെങ്കിൽ ഡിസ്ക് എന്ന് പറഞ്ഞ ഡിസ്ക് കറങ്ങാതെ നിൽക്കുകയാണെങ്കിൽ, ഒന്നും റൊട്ടേറ്റ് ചെയ്യാതെ നിൽക്കുകയാണെങ്കിൽ ഈ ഹെഡ് എന്ന് പറയുന്ന സാധനം ഈ ഡിസ്കിന്റെ മുകളിൽ ഇങ്ങനെ റെസ്റ്റിലായിരിക്കും, തൊട്ടിനിരിക്കും. പക്ഷെ ഡിസ്ക് തിരിയാൻ തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് എന്തായിരിക്കും? ഈ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു എയർ പ്രഷർ കാരണം ഇയാള് ഹെഡ് മുകളിൽ കുറച്ചൊന്ന് മുകളിൽ ഇങ്ങനെ സസ്പെൻഡ് ചെയ്ത് നിൽക്കും, എയറിൽ സസ്പെൻഡ് ചെയ്ത് നിൽക്കും. എന്ത് കാരണം? ഈ റൊട്ടേഷൻ കാരണം ഉണ്ടാകുന്ന ഒരു എയർ പ്രഷർ കാരണം ഈ എയറിൽ ഇങ്ങനെ സസ്പെൻഡ് ചെയ്ത് നിൽക്കും. അതാണ് പറഞ്ഞു തന്നത്. എ ഡിസ്ക് സ്റ്റാർട്ട് ടു സ്പിൻ ഡ്യൂ ടു ഇറ്റ്സ് ഹൈ റൊട്ടേഷൻ സ്പീഡ്. A disk starts to spin due to its high rotation speed. Air pressure develops under the head. Okay, this pressure lifts the head from disk surface and the head starts to float on the air cushion. Okay, ഇനി ഹെഡ് ആം ഓർ ഹെഡ് സ്ലൈഡർ എന്ന് പറയുന്നത് ഹെഡിന് ക്യാരി ചെയ്യാനുള്ള ആമാണ് ഹെഡ് ആം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിന്റെ മുകളിലാണ്, ഹെഡ് ആമിന്റെ മുകളിലാണ് എന്ത് വെക്കുന്നത്? അറ്റാച്ച് ചെയ്ത് വെക്കുന്നത്, ഹെഡ് അറ്റാച്ച് ചെയ്ത് വെക്കുന്നത്. അല്ലെങ്കിൽ റീഡ് റൈറ്റ് ഹെഡ് അറ്റാച്ച് ചെയ്ത് വെക്കുന്ന സെക്ഷൻ ആണ് എന്ത്? ഹെഡ് ആം എന്ന് പറയുന്നത്. ദ ആം ഓൺ വിച്ച് ദ റീഡ് റൈറ്റ് ഹെഡ് ഓഫ് ഡിസ്ക് ഡ്രൈവ് ഈസ് ലൊക്കേറ്റഡ് ഈസ് കോൾഡ് ഹെഡ് സ്ലൈഡർ. മെയ്ഡ് ഇൻ സെയിൽ ബോട്ട് ഷേപ്പ്. നമ്മുടെ പായക്കപ്പൽ പോലുള്ള ഒരു ഷേപ്പാണ് അതിനുള്ളതെന്നാണ് പറയുന്നത്. സ്മോൾ സൈസ് സ്ലൈഡർ ഹാസ് അഡ്വാൻറ്റേജസ്. എന്തൊക്കെയുണ്ട് അഡ്വാൻറ്റേജസ്? ലോവർ വെയിറ്റ്, allows for faster acceleration and deceleration which makes disk space more faster. അതായത് ഈ സ്ലൈഡറിന്റെ സൈസ് വളരെ ചെറുതാണെങ്കിൽ എന്തായിരിക്കും? ഈ ഡിസ്കിന്റെ മുകളിലൂടെ പെട്ടെന്ന് തന്നെ ഇതിനെ ട്രാവൽ ചെയ്യാൻ പറ്റും. ആ സമയത്ത് വളരെ ലോവർ വെയിറ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ആക്സിലറേഷൻ കിട്ടും, അതുപോലെ ഡിസിലറേഷനും കിട്ടും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ അല്ലെങ്കിൽ റിട്രീവ് ചെയ്യാനും ഡാറ്റ സ്റ്റോർ ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, വേഗത്തിൽ. അതാണ് പറയുന്നത്. കേബിൾ ആൻഡ് കണക്ടേഴ്സ് എന്താണ്? യൂസ്ഡ് ടു കണക്ട് ദ ഹാർഡ് ഡിസ്ക് ടു മെയിൻ കമ്പ്യൂട്ടർ സിസ്റ്റം. നമ്മുടെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മദർ ബോർഡിനകത്തേക്ക് ഈ ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് എന്ത്? കേബിൾ ആൻഡ് കണക്ടേഴ്സ്. കേബിൾ എന്ന് പറയുന്നത് കണക്ടേഴ്സ്, കണക്ടർ ഉപയോഗിച്ചാണ് കണക്ട് ചെയ്യുന്നത്. സാറ്റ കേബിൾ അല്ലെങ്കിൽ പാറ്റ കേബിൾ അല്ലെങ്കിൽ ID കേബിൾ എന്നൊക്കെ പറയും. നോർമലി നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് എന്താണ്? സാറ്റ കേബിൾ ആണ്. Contains connectors for data or control interface in connector and power connector. പവർ കണക്ടർ ഉണ്ടാവും, അതുപോലെ ഡാറ്റ കണക്ട് ചെയ്യാനുള്ള കേബിളും ഉണ്ടാവും. ഓക്കെ, ഇനി സ്പിൻഡിൽ മോട്ടർ. എന്താണ് സ്പിൻഡിൽ മോട്ടർ? ഇറ്റ് റൊട്ടേറ്റ്സ് ദ ഡിസ്ക് ഡ്രൈവേഴ്സ് പ്ലേറ്റ്. അതായത് ഈ സ്പിൻഡിൽ മോട്ടറിനകത്താണ് മുകളിലാണ് ഈ നമ്മുടെ ഡിസ്കുകൾ ഘടിപ്പിച്ച് വെച്ചിരിക്കുന്നത്. ഡിസ്കുകൾ ഘടിപ്പിച്ച് വെച്ചിരിക്കുന്നത് സ്പിൻഡിലിന്റെ മുകളിലാണ്. ഈ സ്പിൻഡിൽ കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു മോട്ടറിന്റെ മുകളിലാണ്. അതുകൊണ്ടാണ് ആ മോട്ടറിനെ സ്പിൻഡിൽ മോട്ടർ എന്ന് വിളിക്കുന്നത്. ഓക്കെ,
സ്പിൻഡിൽ എന്ന് പറയുന്ന സ്ട്രക്ചറിന്റെ മുകളിലാണ് ഈ ഡിസ്കുകൾ കണക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഘടിപ്പിച്ച് വെച്ചിരിക്കുന്നത്. ഈ ഒരു സ്ട്രക്ചർ സ്പിൻഡിലും ഡിസ്കും തമ്മിൽ ചേർന്ന് നിൽക്കുന്ന സ്ട്രക്ചർ നേരെ കൊണ്ട് കണക്ട് ചെയ്യുന്ന എവിടെയാണ്? ഒരു മോട്ടറിന്റെ മുകളിലാണ്. അപ്പൊ ആ മോട്ടർ നമ്മൾ സ്പിൻഡിൽ മോട്ടർ എന്ന് വിളിക്കും. ഓക്കെ, ഇതിന്റെ സ്പീഡ് എന്ന് പറയുന്നത് ഏകദേശം 3600 മുതൽ 7200 RPM വരെയാണ്. ഇത് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കില്ല. ഹെഡ് ഡിസ്കിന്റെ ഇന്നർ സൈഡിലാണ് നിൽക്കുന്നതെങ്കിൽ നല്ല സ്ലോലി ആയിരിക്കും റൺ ചെയ്യുക. പക്ഷെ ഡിസ്ക് ഹെഡ് ഇരിക്കുന്നത് ഡിസ്കിന്റെ ഔട്ടർ മോസ്റ്റ് സൈഡിലൊക്കെ ആണെങ്കിൽ അതിന്റെ സ്പീഡ് കുറച്ച് കുറവായിരിക്കും. അപ്പം ഈ ഡിസ്കിന്റെ സ്പീഡ് എന്ന് പറയുന്നത് ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കും. ഡിസ്ക് അല്ലെങ്കിൽ ഹെഡ്, നമ്മുടെ റീഡ് റൈറ്റ് ഹെഡ് അല്ലെ ഇന്നർ സൈഡിൽ നിന്ന് ഔട്ടർ സൈഡിലേക്ക് പോകുന്നതനുസരിച്ച് എന്ത് സംഭവിക്കും? ഇതിന്റെ സ്പീഡ് വേരി ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, works on a feedback loop to automatically adjust the disk rotation speed of about 3600 to 7200 RPM ആണ് മാക്സിമം വരുന്നത്. ഓക്കെ, അപ്പോൾ ലോജിക്കൽ ബോർഡ് എന്നാൽ ലോജിക്കൽ ബോർഡ് ടു കൺട്രോൾ ഡിഫറെന്റ് പാർട്ട് ഓഫ് ഹാർഡ് ഡിസ്ക് ഡ്രൈവ്. അല്ലെ, ഹാർഡ് ഡിസ്ക് ഡ്രൈവിന്റെ അകത്ത് കുറെ പാർട്ടുകളുണ്ട്. ഇതിനൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള കൺട്രോളർ ബോർഡാണ് ഇത് എന്ത് പറയുന്നത്? ലോജിക് ബോർഡ് എന്ന് പറയുന്നത്. യൂസ്ഡ് ടു ഇന്റർഫേസ് ദ ഹാർഡ് ഡിസ്ക് ഡ്രൈവ് വിത്ത് ദ കമ്പ്യൂട്ടർ. ഓക്കെ, ഇനിയുള്ളതിനകത്തുള്ള വേറൊരു പോർഷനാണ് എയർ ഫിൽട്ടർ എന്ന് പറയുന്നത്. എന്തിനാണ് എയർ ഫിൽട്ടർ? ഈ സാധനം ഹാർഡ് ഡിസ്ക് ഒരിക്കലും ഒരു വാക്വത്തിന്റെ അകത്ത് വർക്ക് ചെയ്യില്ല. ഹാർഡ് ഡിസ്ക് വിൽ നോട്ട് വർക്ക് ഇൻ എ വാക്വം കണ്ടീഷൻ ബിക്കോസ് റീഡ് റൈറ്റ് ഹെഡ് നീഡ്സ് എയർ ടു ഫ്ലോട്ട് ഓൺ ദ ഡിസ്ക് സർഫസ്. നേരത്തെ പറഞ്ഞായിരുന്നു നമ്മള് ഈ ഹാർഡ് ഡിസ്കിന്റെ ഹെഡ് നിൽക്കുന്നത് എപ്പോഴും ഒരു എയറിൽ ഫ്ലോട്ട് ചെയ്തുകൊണ്ടാണ്. ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഡിസ്കിന്റെ മുകളിലും റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അതിന് തൊട്ട് മുകളിലായിട്ട് എയറിൽ ഇങ്ങനെ സസ്പെൻഡ് ചെയ്ത് നിൽക്കുക ചെയ്യാം. ഓക്കെ, അപ്പൊ അതിന് എപ്പോഴും ഒരു എയറിന്റെ ഒരു സാന്നിധ്യം അവിടെ ആവശ്യമാണ്. അപ്പോൾ വാക്വത്തിന്റെ അകത്ത് ഒരിക്കലും നമ്മള് നോർമൽ ഹാർഡ് ഡിസ്ക് എന്ത് ചെയ്യില്ല, വർക്ക് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ 2 ടൈപ്പ് ഓഫ് ഫിൽട്ടർ ആണ് അവിടെ ഉള്ളത്. ഏതൊക്കെയാണ്? റീസർക്കുലേറ്റിംഗ് എയർ ഫിൽട്ടറും ബ്രീത്തർ എയർ ഫിൽട്ടറും. അതായത് റീസർക്കുലേറ്റിംഗ് എയർ ഫിൽട്ടറിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കരട് അല്ലെങ്കിൽ എന്തെങ്കിലും പാർട്ടിക്കിൾസ് അതിന്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും കാരണത്താൽ അതിനുള്ളിൽ ഒരു ചെറിയ എന്തെങ്കിലും പോർഷൻസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിനെ ഫിൽട്ടർ ചെയ്ത് കളയാന്നുള്ളതാണ് റീസർക്കുലേറ്റിംഗ് എയർ ഫിൽട്ടറിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. യൂസ്ഡ് ടു ഫിൽട്ടർ എനി പാർട്ടിക്കിൾസ് ഡിസ്ലോഡ്ജ്ഡ് ഫ്രം ഇൻസൈഡ് ദ ഡ്രൈവ് സച്ച് ആസ് സ്ക്രാപ്പ് ഓഫ് ഡിസ്ക് മീഡിയ റിമൂവ്ഡ് ബൈ ദ റീഡ് ഓർ റൈറ്റ് ഹെഡ് ഡ്യൂറിംഗ് ദ ഡിസ്ക് ഓപ്പറേഷൻ. എന്തെങ്കിലും ഓപ്പറേഷൻ കാരണം എവിടെന്നെങ്കിലും എന്തെങ്കിലും പൊടിഞ്ഞു വരികയാണെങ്കിൽ അതിനെ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് സർക്കുലേറ്റിംഗ് എയർ ഫിൽട്ടർ എന്ന് പറയുന്നത്. മറ്റെന്താണ്? ബ്രീത്തർ ഫിൽട്ടർ ആണ്. ബ്രീത്തർ ഫിൽട്ടറിന്റെ ഫംഗ്ഷൻ എന്താണ്? എക്സ്റ്റേണൽ എയർ പ്രഷർ ഈസ് യൂസ്ഡ് ടു ഈക്വലൈസ് ദ എക്സ്റ്റേണൽ എയർ പ്രഷർ ആൻഡ് ദ പ്രഷർ ഇൻസൈഡ് ദ ഹാർഡ് ഡിസ്ക് ഡ്രൈവ്. അതായത് എക്സ്റ്റേണൽ പ്രഷറും ഇൻസൈഡ് പ്രഷറും ഹാർഡ് ഡിസ്കിന്റെ അകത്തുള്ള പ്രഷറും പുറത്തുള്ള പ്രഷറും ഈക്വലൈസ് ചെയ്യുക എന്നുള്ളതാണ് ബ്രീത്തർ ഫിൽട്ടറിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അത് നമുക്ക് ഹാർഡ് ഡിസ്ക് ഒക്കെ പൊളിച്ചു വെക്കുന്ന സമയത്ത് കാണാൻ കഴിയും, 2-3 ഫിൽട്ടർ ഒക്കെ ആയിട്ട്. ഓക്കെ, നെക്സ്റ്റ് സ്ട്രക്ചർ ഓഫ് ഹാർഡ് ഡിസ്ക് പറയുന്ന സമയത്ത് നമ്മൾ ഇതുകൂടി പറയണം. ഏതൊക്കെ? ഈ ഇത്രയും പറഞ്ഞതിന്റെ കൂടെ നേരത്തെ നമ്മൾ പറഞ്ഞ ട്രാക്ക്, ഡിസ്ക് സെക്ടർ എന്താണ്, ട്രാക്ക് സെക്ടർ എന്താണ്, ക്ലസ്റ്റർ എന്താണ്, സിലിണ്ടർ എന്താണെന്നുള്ളതൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ പറയണം. അപ്പൊ നമ്മൾ ഇത് വിശദീകരിക്കുന്നത് നമ്മൾ നേരത്തെ ഫസ്റ്റ് പാർട്ട് 1 നമ്മളിത് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഞാനിത് സ്കിപ്പ് ചെയ്യാണ് ഇവിടുന്ന്. എന്താണ് ട്രാക്ക്, സെക്ടർ, ക്ലസ്റ്റർ, സിലിണ്ടർ എന്താണെന്നുള്ളതൊക്കെ പറഞ്ഞു. സെക്ടർ എന്താണ്, ക്ലസ്റ്റർ എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, സിലിണ്ടർ. ഇനി പറയാനുള്ളത് ആക്സസ് ടൈം ആണ്. എന്താണ് ആക്സസ് ടൈം എന്ന് പറയുന്നത്? ആക്സസ് ടൈം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഇൻഫർമേഷൻ ഫെച്ച് ചെയ്യാൻ അല്ലെങ്കിൽ ഈ ഇൻഫർമേഷൻ റൈറ്റ് ചെയ്യാൻ ഒരു പ്രോസസ്സറിൽ നിന്നുള്ള ഇൻഫർമേഷൻ ഡിസ്ക് കൺട്രോളറിലേക്ക് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഹാർഡ് ഡിസ്ക് കൺട്രോളറിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഇൻഫർമേഷൻ വന്നത് മുതൽ ആ ഫംഗ്ഷൻ കഴിയുന്നത് വരെയുള്ള, അതായത് ഒരു ഡാറ്റ റീഡ് ചെയ്യാനാണ് ഒരു ഇൻഫർമേഷൻ വന്നതെങ്കിൽ, എവിടുന്ന്? നമ്മുടെ പ്രോസസ്സറിൽ നിന്ന് വന്നതെങ്കിൽ ആ വന്ന സമയം മുതൽ ഇൻഫർമേഷൻ ഫെച്ച് ചെയ്ത് കഴിയുന്നത് വരെയുള്ള സമയത്തിന് ആണെന്ന് പറയുന്നത് ആക്സസ് ടൈം എന്ന് പറയുന്നത്. ആക്സസ് ടൈം, ദ ആക്സസ് ടൈം ഓർ റെസ്പോൺസ് ടൈം ഓഫ് റൊട്ടേറ്റിംഗ് ഡ്രൈവ്. The access time or response time of a rotating drive is a measure of the time it takes before the drive can actually transfer the data. Okay. ഡാറ്റ ഇൻഫർമേഷൻ വന്നു എന്നിട്ട് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത് വരെയുള്ള സമയത്തിനാണ് പറയുന്നത് ആക്സസ് ടൈം എന്ന് പറയുന്നത്.
The factors that control this time on the rotating drive are mostly rotating the mechanical nature of the rotating disk. ഈ ഒരു സംഭവം വരാൻ കാരണം എന്താണ്? ഇതെല്ലാം ഒരു നമ്മുടെ ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത് ശരിക്കും ഒരു പിന്നെ മെക്കാനിക്കൽ ഡിവൈസ് ആണ്. ശരി, SSD അല്ല, നമ്മൾ പറയുന്നത് HDDന്റെ കാര്യം പറയുന്നത്. അപ്പൊ HDD എന്ന് പറയുന്നത് മെക്കാനിക്കൽ ഡിവൈസ് ആണ്. അപ്പൊ അതിൻ്റെതായ ഒരു ടൈം ലിമിറ്റേഷൻ ഉണ്ട്. അപ്പൊ ആ ഒരു ടൈമിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ആക്സസ് ടൈം എന്ന് പറയുന്നത്. അപ്പൊ ആക്സസ് ടൈം രണ്ട് ടൈമുകൾ ചേർന്നാണ് ആക്സസ് ടൈമിനെ പറയുന്നത്. അപ്പോൾ ഇത് ആക്സസ് ടൈം ഇൻക്ലൂഡ്സ് 2 ഫാക്ടേഴ്സ്. ഏതൊക്കെയാണ്? സീക്ക് ടൈം ആൻഡ് ലാറ്റൻസി ടൈം. സീക്ക് ടൈം എന്ന് പറയുന്നതാണ്, സീക്ക് ടൈം ഈസ് ദ ടൈം ടേക്കൺ ബൈ ഹെഡ് അസംബ്ലി ഓൺ ദ ആക്ച്വേറ്റർ ആം ദ ട്രാവൽ ടു ദ ട്രാക്ക് ഓഫ് ദ ഡിസ്ക്. അതായത് ഒരു ഇൻഫർമേഷൻ വന്നു, അല്ലെങ്കിൽ റൈറ്റ് ചെയ്യാനോ റീഡ് ചെയ്യാനുള്ള ഇൻഫർമേഷൻ വന്നു, അത് മുതൽ ആ ഹെഡ് നമ്മുടെ പിന്നെ ആക്ച്വേറ്റർ എന്താണ് ചെയ്യുന്നത്? ഈ ഹെഡിനെ എവിടെയാണോ ഈ പറയുന്ന ഈ ഡാറ്റ ഇരിക്കുന്നത്, ആ ഡാറ്റ ഇരിക്കുന്ന ട്രാക്കിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ആ ട്രാക്കിലേക്ക് എത്താനുള്ള സമയമാണ് എന്ത്? സീക്ക് ടൈം എന്ന് പറയുന്നത്. അതായത് ഒരു ഡാറ്റ സപ്പോസ് റീഡ് ചെയ്യാണെന്ന് വിചാരിക്കാം. അപ്പൊ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഫർമേഷൻ വന്നു കഴിഞ്ഞാൽ ആ ആക്ച്വേറ്റർ നമ്മുടെ ഹെഡിനെ, റീഡ് ഹെഡിനെ ഈ പർട്ടിക്കുലർ ട്രാക്കിലേക്ക് എത്തിക്കാനുള്ള സമയമാണ് എന്ത് പറയുന്നത്? സീക്ക് ടൈം എന്ന് പറയുന്നത്. അന്വേഷിച്ച് അവിടെ എത്തുന്ന സമയം. ഓക്കെ, വെൻ ഡ്രൈവ് നീഡ്സ് ടു റീഡ് ഓർ റൈറ്റ് എ സർട്ടൻ സെക്ടർ, ഇറ്റ് ഡിറ്റർമിൻസ് വിച്ച് ട്രാക്ക് ദ സെക്ടർ ഈസ് ലൊക്കേറ്റഡ്. ഓക്കെ, ഇറ്റ് യൂസസ് ദ ആക്ച്വേറ്റർ ടു മൂവ് ദ ഹെഡ് ടു ദ പർട്ടിക്കുലർ ട്രാക്ക്. ഇഫ് ദ ഇനീഷ്യൽ ലൊക്കേഷൻ ഓഫ് ദ ഹെഡ് വാസ് ദ ഡിസൈഡ് ട്രാക്ക്, അതായത് ഇപ്പൊ നമ്മൾ റീഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ട്രാക്ക് തന്നെയാണ് ഇപ്പോ അതിന്റെ ഹെഡ് ഇരിക്കുന്നതെങ്കിൽ എന്തായിരിക്കും? സീക്ക് ടൈം വുഡ് ബി 0, അല്ലേ? ഇപ്പൊ നമ്മൾ റീഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ട്രാക്ക് തന്നെയാണ് ഇനീഷ്യലി, അത് ആ ഇൻഫർമേഷൻ വരുന്ന സമയത്തും ആ പിന്നെ ഹെഡ് ഇരിക്കുന്നത് പർട്ടിക്കുലർ ട്രാക്ക് തന്നെ ആണെങ്കിൽ എന്തായിരിക്കും? സീക്ക് ടൈം 0 ആയിരിക്കും. ഇഫ് ദ ഇനീഷ്യൽ ട്രാക്ക് വാസ് ഔട്ടർമോസ്റ്റ് എഡ്ജ്, ഇവിടുന്ന് ഔട്ടർമോസ്റ്റ് എഡ്ജിലാണ്, അല്ലെങ്കിൽ ഫസ്റ്റത്തെ ലൊക്കേഷനാണ് റീഡ് ചെയ്യേണ്ടത്. എന്നാൽ ലാസ്റ്റ് ലൊക്കേഷനിലാണ് ആരിക്കുന്നത്, അല്ലെങ്കിൽ ലാസ്റ്റ് ട്രാക്കിലാണ് ആരിക്കുന്നത്? ഈ ഹെഡ് ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? ഏറ്റവും മാക്സിമം ടൈം ആയിരിക്കും എടുക്കുക, മാക്സിമം ലാറ്റൻസി സീക്ക് ടൈം ആയിരിക്കും അതിനുണ്ടാവുക. ഇഫ് ദ ഇനീഷ്യൽ ട്രാക്ക് വാസ് ദ ഔട്ടർമോസ്റ്റ് എഡ്ജ് ഓഫ് ദി മീഡിയ ആൻഡ് ദ ഡിസൈഡ് ട്രാക്ക് വാസ് ദ ഇന്നർമോസ്റ്റ് എഡ്ജ്, ദെൻ ദ സീക്ക് ടൈം വുഡ് ബി ദ മാക്സിമം ഫോർ ദ ഡ്രൈവ്. ഓക്കെ, അതാണ് 0 ടൈമും മാക്സിമം 0 ടൈമും അതുപോലെ മാക്സിമം ടൈമും പറയുന്നതിന്റെ 2 രീതികൾ. ഓക്കെ, ഇനി എന്താണ് പറയുന്നത്? സീക്ക് ടൈംസ് ആർ നോട്ട് ലീനിയർ കമ്പയർഡ് വിത്ത് ദ സീക്ക് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബിക്കോസ് ഓഫ് ദ സെക്ടർ ഓഫ് ദ ആക്സിലറേഷൻ ആൻഡ് ഡിസലറേഷൻ ഓഫ് ദ ആക്ച്വേറ്റർ. അതായത് സീക്ക് ടൈം എന്ന് പറയുന്നത് ലീനിയർ ആയിരിക്കില്ല. ഫസ്റ്റ് തുടങ്ങുന്ന സമയത്ത് ഉണ്ടാകുന്ന സ്പീഡ് ആയിരിക്കില്ല, അതിന്റെ ഒരു മിഡിൽ എന്ന് പറഞ്ഞാൽ ടൈമിന്റെ ഇപ്പൊ ഒരു 3 സെക്കൻഡ് ആണെങ്കിൽ 1 മുതൽ 2 സെക്കൻഡ് വരെ എടുക്കുന്ന സമയം, അല്ലെങ്കിൽ 0 മുതൽ 1 സെക്കൻഡ് വരെ ഉണ്ടാവുന്ന സമയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ സമയത്ത് എടുക്കുന്ന സ്പീഡ് എന്ന് പറയുന്നത് വ്യത്യാസമായിരിക്കും. നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും മൂവ് ചെയ്യുന്ന സമയത്തും സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു ആക്സിലറേഷൻ ഡിസലറേഷൻ എന്ന് പറയും. അതുപോലെ തന്നെയാണ് ഈ പിന്നെ ഹെഡ് സ്റ്റാർട്ട് ചെയ്തു മൂവ് ചെയ്യുന്ന സമയത്ത് പിന്നെ അവസാനിക്കുന്ന സമയം. അപ്പൊ അത് ലീനിയർ അല്ല, ശരിക്കും നോൺ ലീനിയർ ആക്ഷൻ ആണ്. സീക്ക് ടൈം ആർ നോട്ട് ലീനിയർ compared with the seek distance traveled because of the factor of acceleration and deceleration of the actuator. Average seek time range, അപ്പൊ നമുക്ക് ഒറ്റയടിക്ക് എന്താ പറയാ, ഒരു ടൈം പറയാൻ കഴിയില്ല, ഒരു ആവറേജ് ടൈം പറയാൻ പറ്റത്തുള്ളൂ. തുടങ്ങി അവസാനിക്കുന്ന, അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തു സ്റ്റോപ്പ് ചെയ്യുന്ന ആ സമയം വരെയുള്ള ഒരു ആവറേജ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആവറേജ് ടൈമേ പറയാൻ പറ്റത്തുള്ളൂ. ആവറേജ് സീക്ക് ടൈം, നമ്മളിപ്പോൾ ഒരു കോഴിക്കോട് ഇവിടുന്ന് ചേളാരിയിൽ നിന്ന് കാലിക്കറ്റ് പോകുന്ന പറഞ്ഞാൽ നമുക്കൊരു കോൺസ്റ്റന്റ് സ്പീഡ് അല്ലെങ്കിൽ പിന്നെ ടൈം പറയാൻ കഴിയില്ല. നമ്മളൊരു ആവറേജ് ടൈം പറയാൻ പറ്റത്തുള്ളൂ. പല സ്പീഡിലായിരിക്കും പോവുക വാഹനം. അപ്പോൾ ആ പോകുന്ന വാഹനത്തിന്റെ സ്പീഡ് വാരി ചെയ്യുന്നതുകൊണ്ട് നമുക്കൊരു ആവറേജ് ടൈം പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതുപോലെ തന്നെ ആവറേജ് സീക്ക് ടൈം റേഞ്ചസ് ഫ്രം അണ്ടർ 4 മില്ലിസെക്കൻഡ് ഫോർ ഹൈ എൻഡ് സെർവർ ഡ്രൈവ്സ് ടു 15 മില്ലിസെക്കൻഡ് ഫോർ മൊബൈൽ ഡ്രൈവ്. നമ്മൾ പറയുന്ന ലാപ്ടോപ്പിന്റെ അകത്ത് അല്ലെങ്കിൽ ചെറിയ അല്ലെങ്കിൽ പിന്നെ ഇതുപോലെയുള്ള മൊബൈൽ ഡിവൈസിന്റെ അകത്ത് ഉപയോഗിക്കുന്ന ഹാർഡ് ഡിസ്ക്. മൊബൈൽ എന്ന് പറയുന്നത് മൊബൈൽ ഫോണല്ല, ഈ ലാപ്ടോപ്പ് പോലെയുള്ള ലാപ്ടോപ്പ് അല്ലെങ്കിൽ നെറ്റ് ബുക്ക് അതുപോലെ പാം ടോപ്പ് പറയുന്ന ചെറിയ ചെറിയ ഡിവൈസിനകത്തൊക്കെ ഉപയോഗിക്കുന്ന ആവറേജ് സീക്ക് ടൈം റേഞ്ചസ് ഫ്രം അണ്ടർ 4 മില്ലിസെക്കൻഡ് ഫോർ ഹൈ എൻഡ് സെർവർ ഡ്രൈവ്സ് ടു 50 മില്ലിസെക്കൻഡ് ഫോർ മൊബൈൽ ഡ്രൈവ്സ് എന്ന് പറയുമ്പോൾ ലാപ്ടോപ്പ് പോലെയുള്ള ഡിവൈസുകൾ. ഓക്കെ,
with the most common mobile drives at about 12 millisecond. മിക്കവാറും 12 millisecond ആയിരിക്കും നോർമലി നമ്മൾ കാണുന്ന എല്ലാ ലാപ്ടോപ്പുകളിൽ അല്ലെങ്കിൽ മൊബൈൽ ഡ്രൈവ്സിന്റെ സ്പീഡ് അല്ലെങ്കിൽ സീക്ക് ടൈം എന്ന് പറയുന്നത്. ദ മോസ്റ്റ് കോമൺ ഡെസ്ക്ടോപ്പ് ഡ്രൈവ് ടിപ്പിക്കലി ബീങ് അറൌണ്ട് 9 millisecond. ഓക്കെ, ഇനി എന്താണ് ലാറ്റൻസി ടൈം? ലാറ്റൻസി ടൈം എന്ന് പറയുന്നത് റൊട്ടേഷണൽ ഡിലേ ആണ് ശരിക്കും പറയുന്നത്. അതായത് ഈ നമ്മൾ വിളിച്ച സമയത്ത് ഒരു ഇൻഫർമേഷൻ വിളിക്കാൻ വേണ്ടി അല്ലെങ്കിൽ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇൻഫർമേഷൻ കിട്ടി, എന്ത് ചെയ്തു, സീക്ക് ടൈം വഴി അത് ഒരു പർട്ടിക്കുലർ ട്രാക്കിലെത്തി. ഇനി ട്രാക്കിലെത്തി കഴിഞ്ഞാൽ ട്രാക്കിലെത്തുക എന്നുള്ളത് മാത്രമാണ് എന്ത് ഹെഡിന് ആക്ച്വേറ്ററിനുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി ആ ഹെഡിന്റെ അടുത്തേക്ക് എന്തെത്തണം, ആ പർട്ടിക്കുലർ ട്രാക്കിലുള്ള സെക്ടർ എത്തിച്ചേരണം. ആ സെക്ടർ എത്തിച്ചേരാനുള്ള സമയമാണ് എന്ത് ഈ ലാറ്റൻസി ടൈം എന്ന് പറയുന്നത്. അതായത് ഹെഡ് പർട്ടിക്കുലർ ട്രാക്കിലെത്തി കഴിഞ്ഞാൽ അവിടെ നിൽക്കും ഹെഡ്. ആ ഹെഡ് അവിടെ നിൽക്കുന്ന സമയത്ത് ഹെഡ് ട്രാക്ക് പിന്നെ ഡിസ്ക് എന്ത് ചെയ്യണം, റൊട്ടേറ്റ് ചെയ്ത് ആ പർട്ടിക്കുലർ സെക്ടർ ആ ഹെഡിന്റെ താഴെ വന്ന് നിൽക്കണം, അല്ലെങ്കിൽ ഹെഡിന്റെ അടുത്ത് വന്ന് നിൽക്കണം. ആ എത്തുന്ന സമയം, ഹെഡിന്റെ അടുത്തേക്ക് എത്തുന്ന സമയത്ത്, ആ സമയത്തിനാണ് വിളിക്കുന്നത് ലാറ്റൻസി ടൈം എന്ന് പറയുന്നത്. ലാറ്റൻസി ടൈം, സംടൈംസ് കോൾഡ് റൊട്ടേഷണൽ ഡിലേ, ഇസ് ദ ഡിലേ വെയിറ്റിംഗ് ഫോർ ദ റൊട്ടേഷൻ ഓഫ് ദ ഡിസ്ക് to bring the required disk sector under the read-write head. Okay, it depends on the rotational speed of the disk. സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയാണല്ലോ വരിക. എന്താ വരിക, റൊട്ടേഷണൽ സ്പീഡ് ഓഫ് ദി it depends on the rotational speed of the disk or spindle motor measured in revolution per minute. അതായത് പിന്നെ നമ്മുടെ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന സ്പിൻഡിൽ മോട്ടർ, അതുപോലെ ഡിസ്കിന്റെ റൊട്ടേഷണൽ സ്പീഡ്, ഇതെല്ലാം എന്താണ് ഇതിന് ഡിപ്പെൻഡ് ചെയ്യും, ഈ ലാറ്റൻസി ടൈമിന് ഡിപ്പെൻഡ് ചെയ്യും. ഫോർ മോസ്റ്റ് മാഗ്നറ്റിക് മീഡിയ ബേസ്ഡ് ഡ്രൈവ് ദ ആവറേജ് റൊട്ടേഷണൽ ലാറ്റൻസി ടിപ്പിക്കലി ബേസ്ഡ് ഓൺ ദ എംപിറിക്കൽ റിലേഷൻ ദാറ്റ് ദ ആവറേജ് ലാറ്റൻസി ഇസ് ഇൻ മില്ലി സെക്കൻഡ്സ് ഫോർ സച്ച് എ ഡ്രൈവ് ഇസ് 1/2 ദ റൊട്ടേഷണൽ സ്പീഡ്. ഇപ്പോൾ പൊതുവെ പറയുന്നത് എന്താണ്, റൊട്ടേഷണൽ സ്പീഡിന്റെ പകുതി ആയിരിക്കും എന്ത് ഈ ലാറ്റൻസി ടൈം എന്ന് പറയുന്നത്, ആവറേജ് ലാറ്റൻസി ടൈം എന്ന് പറയുന്നത്. ഓക്കെ, ദ ഡിസ്ക് കൺട്രോൾ ഈസ് ദ കൺട്രോളർ. എന്ന് പറയുന്നത് ഹാർഡ് ഡിസ്ക് കൺട്രോളറാണ്. ദ ഡിസ്ക് കൺട്രോളർ ഈസ് ദ കൺട്രോൾ സർക്യൂട്ട് വിച്ച് എനേബിൾസ് ദ CPU ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ ഹാർഡ് ഡിസ്ക്, ഫ്ലോപ്പി ഡിസ്ക് ഓർ അതർ കൈൻഡ് ഓഫ് ഡിസ്ക് ഡ്രൈവ്. അപ്പോൾ അതാണ് കൺട്രോൾ, ഹാർഡ് ഡിസ്ക് കൺട്രോളറിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് ഉള്ള പിന്നെ ഡിഫറെന്റ് പോർഷൻസിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. ഇതിൻ്റെയൊക്കെ ഹാർഡ് ഡിസ്കിന്റെ അകത്താണെങ്കിലും, അതുപോലെ ഫ്ലോപ്പി ഡിസ്കിന്റെ അകത്താണെങ്കിലും, അല്ലെങ്കിൽ സി ഡി ഡിസ്ക് ഡ്രൈവിന്റെ അകത്തുള്ളതാണെങ്കിലും, ഈ കൺട്രോളർ, ഹാർഡ് ഡിസ്ക് കൺട്രോളർ പോലുള്ള കൺട്രോളർ എല്ലാത്തിനകത്തുണ്ടാകും. ഈ കൺട്രോളറിന്റെ ഫംഗ്ഷൻ എന്താണ്, ഇറ്റ് ഈസ് എ സർക്യൂട്ടർ കൺട്രോൾ സർക്യൂട്ട് വിച്ച് എനേബിൾസ് ദ CPU ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് storage medias. Okay, also it provides an interface between the disk drive and the bus connecting to the rest of the system. അതായത് ഒരു ഇന്റർഫേസ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അതായത് നമ്മളെ മീഡിയ, റെക്കോർഡിംഗ് മീഡിയ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു സ്റ്റോറേജ് മീഡിയ എന്ന് പറയുന്ന ഹാർഡ് ഡ്രൈവ് ഉണ്ട് അവിടെ, അല്ലെങ്കിൽ ഡിസ്ക് ഉണ്ട്. ആ ഡിസ്കും അതുപോലെ നമ്മൾ എവിടേക്കാണോ ഇത് കണക്ട് ചെയ്യേണ്ടത് ആ സിസ്റ്റം തമ്മിലുള്ള ഒരു ഇന്റർഫേസ് ആണ് എന്ന് പറയുന്നത് ഈ ഹാർഡ് ഡിസ്ക് കൺട്രോൾ എന്ന് പറയുന്നത്. Early disk controllers were identified by their storage methods and data encoding. Okay, they were typically implemented on a separate controller card. ഒരു കൺട്രോൾ കാർഡ് ഉണ്ടായിരിക്കും. Modified frequency modulation MFM controllers were the most common type in small computers used for both floppy disk and hard drives. Okay, ഇത്രയാണ് നമ്മൾ ഹാർഡ് ഡിസ്ക് കൺട്രോളറിനെ കുറിച്ച്